അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പിസയാണ്. ബ്രെഡും കൊണ്ട് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന പിസ. എല്ലാവരും നേരെ കണ്ടോളിയും വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കുന്നതിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിലാക്കി വെക്കണം. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഗ്രീൻ ക്യാപ്സിക്കാണ്. ഇത് ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ട് വെട്ടണം. പിസിൻ്റെ മുകളിൽ കൂടി ഇടാനായിട്ടാണ്. അടുത്തത് ടൊമാറ്റോ കട്ട് ചെയ്യണതാണ്. ക്യാപ്സിക്കം കഴിഞ്ഞു, ഇനി ടൊമാറ്റോ എല്ലാം ഇങ്ങനെ സൈഡിലാക്കി വെക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് അടുത്തത് കാണാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ ടൊമാറ്റോയും ക്യാപ്സിക്കം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബ്രെഡാണ് നമ്മളെ മെയിൻ സാധനം. നമുക്ക് കട്ട് ചെയ്യാം. ഇതിപ്പോൾ കട്ടിങ് ബോർഡിൽ ഞാൻ മുറിച്ചിട്ടാണ്. ഇതിങ്ങനെ വലിയ വലിയ സ്ലൈസുകൾ ഇങ്ങനെ മുറിച്ചണം. കുറച്ചൊക്കെ പാടുന്നു. നമ്മൾ കട്ട് ചെയ്ത് ഇതിങ്ങനെ ചമ്മന്തി ആക്കണ മാതിരി ആക്കണം. കട്ട് ചെയ്യണം. ചെറിയ ചെറിയ സ്ലൈസ് ആക്കണം ഗൈസ്. നമുക്കിനി സ്ലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അതേപോലെ കട്ട് ചെയ്തേ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. കണ്ടോ ഗൈസ്, കണ്ടില്ലേ? അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളെ ബ്രെഡ് സ്ലൈസാക്കി ചെറിയ സ്ലൈസ് ആക്കണം. ഇങ്ങനെ സ്ലൈസ് ആക്കി വെക്കണം. ഇപ്പോൾ ഇതൊരു പാത്രത്തിലായി. ഇപ്പോൾ തക്കാളിയും മറ്റേ ക്യാപ്സിക്കവും പിന്നെ ഗൈസ് ചിക്കൻ ചെറുതായി ഇങ്ങനെ ഒരു ചെറിയ സ്ലൈസുകളായിട്ട് വെക്കണം. പിസിൻ്റെ മുകളിൽ വെക്കാനുള്ളതാണ്. ചെറിയ ചെറിയ സ്ലൈസുകൾ കണ്ടില്ലേ? ഇതേപോലെ ചെറിയ സ്ലൈസുകൾ വേണം. ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കണം. ഇതെല്ലാം ചെറുതാണ്. ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ ചെറുതാണ്. ക്യാപ്സിക്കം ഇതൊക്കെ ചെറുതായിട്ട് മുറിക്കണം. എല്ലാം മുകളിൽ കൂടി ഇടുന്നതാണ്. ഇത് നമുക്ക് മിക്സ് ആക്കേണ്ടത്. നമ്മളിപ്പോൾ ചെയ്യാനുള്ള ഇപ്പോൾ ചിക്കൻ മുറിക്കുകയാണ് ചെറിയ സ്ലൈസുകളായിട്ട്. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ബ്രെഡ് സ്ലൈസ് ആക്കിയിൽ നമ്മൾ പാൽ ഒഴിക്കണമായിരുന്നു. പാൽ ഒഴിച്ച് കഴിഞ്ഞ് വെക്കണം. നമ്മളത് ഇനി കുറച്ചും കൂടി ഒഴിക്കണം. കുറച്ച് അളവിന് ഒഴിക്കേണ്ടത് ഗൈസ്. അതിന് മുകളിൽ കൂടി അതൊന്ന് സോഫ്റ്റ് ആവുന്ന രീതിയിൽ വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് ഇനി ഇതിൻ്റെ മുട്ട വേണം. നമുക്കിനി മുട്ട എടുക്കുന്നത് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ബ്രെഡും പാലും ഒഴിച്ചിരുന്നു ഇതിലാണ്. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ മുട്ട ഇടാൻ പോവാണ്. മുട്ട ഇട്ടിക്കണം. 2 എണ്ണം വേണം. ഇനി ഇത് എല്ലാം കൂടി 3 മിക്സ് ആക്കണം. പാല്, ബ്രെഡ്, മുട്ട 3 കൂടി മിക്സ് ആക്കണം. എല്ലാം അപ്പോൾ ഗൈസ് 3 മിക്സാക്കി. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പിൽ എത്തിക്കണം. കണ്ടൻസിൽ എത്തിക്കണം. ഇങ്ങനെ മിക്സ് ആക്കണം. നല്ല മൈദ മിക്സ് ആക്കുന്നത് പോലെ. അപ്പോൾ ആ ബ്രെഡൊക്കെ ഒരു ക്രീമി ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. മുട്ടയും പാലൊക്കെ മിക്സ് ആക്കിയതുകൊണ്ടാണ്. നല്ല എല്ലാം ഒന്ന് നേരെ ആക്കണം. ഒരു ക്രീമി ടൈപ്പിലെത്തണം. ഒന്നും കട്ട് ചെയ്ത് കിടക്കാൻ പറ്റില്ല. ബ്രെഡുകൾ കട്ടിയിലില്ല. എല്ലാ വലിയ ബ്രെഡുകളൊക്കെ ഒന്ന് ഇതിൽ മിക്സ് ആക്കുക. മൈദ ഉണ്ടാക്കണ പോലെ തന്നെ ഇത് നല്ലോണം പരത്തുക. അപ്പോൾ നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് എന്തായാലും എന്നൊക്കെ പറയണ്ട. ബൈ. കുറച്ച് ഉപ്പ് ഇടണം, കുറച്ച് പെപ്പർ ഇടണം. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം ഈ കണ്ടൻസിയിൽ. അപ്പോൾ ഈ ഉപ്പ് ഇട്ടിക്കണം. ഇനി നമുക്ക് കുറച്ച് പെപ്പർ ഇടണം. ചിക്കൻക്ക് കുറച്ച് ഉപ്പ് ഇടണം. പിന്നെ കുറച്ച് മസാല ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മറ്റേ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഉപ്പും കുരുമുളകാണ് ഇട്ടിട്ടുള്ളത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം ഗൈസ്. നല്ല മിക്സാക്കി ഒരു കണ്ടൻസിയിലെത്തും. ചിക്കനിൽ മസാല നിങ്ങൾ ഇടണം. എല്ലാ മസാല ഇടണം. അപ്പോൾ ഗൈസ്, പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഗ്യാസിൽ വെക്കണം. അപ്പോൾ ഗൈസ്, എണ്ണയിലുണ്ടല്ലോ ഇപ്പോൾ ചിക്കനില്ലേ, നമ്മളെ മസാല തേച്ച് ചിക്കന് അതൊക്കെ എടുത്തിടണം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടാണ്. മസാല ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പെപ്പർ ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ മസാല ആയിരുന്നു, ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ടാണ് ഈ ചിക്കൻ മസാല വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാം ഇടാം. മുളക് പൊടി എല്ലാം ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്താൽ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ. ഹൈ ഇതിലിട്ടിക്കണേ, ഹൈ ഗ്യാസ്. ഈ ചിക്കൻ ഫുള്ള് ഇടണം.
എല്ലാം ഇട്ടിട്ടുണ്ട്. ഈ കണ്ടൻസിയിൽ ബ്രെഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, എഗ്ഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, പാലിട്ടിട്ടുണ്ടായിരുന്നു, പെപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു, സാൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി മിക്സ് ഇട്ടിട്ട് ഇങ്ങനത്തെ കണ്ടൻസി വരണം. ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമി ടൈപ്പ് വരണം. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. അവിടെ നമ്മൾ ചിക്കൻ ഓയിലിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ ഓയിലിട്ടിട്ട് ഇത് മറ്റേ പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ കണ്ടൻസിയിലാണുള്ളത്. നോക്കുക, കണ്ടോ? ഇതിൽ ചിക്കൻ മസാലയും പിന്നെ മറ്റേ ഉപ്പും എല്ലാം വേണ്ടിയിട്ടുള്ള ഇതിന് മസാലകളും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഇങ്ങനെ ചെറിയ സ്ലൈസാണ് വേണ്ടത്. ഇത് ഈ കണ്ടൻസിയിൽ വേണം. ഇപ്പോൾ ഇതെല്ലാം ഇതിൽ മസാലയൊക്കെ വേണ്ടത്. പാനിക്ക് ഇപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഇപ്പോൾ ഇതിൽ എണ്ണൻ്റെ മാതിരി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കണ്ടൻസില്ലേ അത് നേരെ ഇതിലേക്ക് ഇടണം, പരത്തിയിടണം. നമ്മൾ ദോശ പരത്താൻ നേരെ പരത്തണം. ഇപ്പം നമ്മൾ പാനിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അത് നേരെ പരത്തിയിട്ട് ഇപ്പോൾ നമ്മൾ ആ കണ്ടൻസില്ലേ അതിങ്ങനെ ദോശേൻ്റെ മാതിരി പരത്തിയിട്ടുണ്ട്. നല്ല വട്ടത്തിൽ പരത്തി വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ നല്ല വട്ടത്തിൽ പരത്തിയിരുന്നു. നെയ്യ് ഒഴിക്കണം ഫസ്റ്റ്. അത് ഞാൻ കാണിച്ചിട്ടില്ല. ഗൈസ് കുറച്ച് ബാർബിക്യൂ മയനീസ് ഒഴിച്ചിട്ടുണ്ട് ഇതിൽ മുകളിൽ കൂടി. അത് നല്ല അപ്പത്തിന് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ മറ്റേത് അതിന് മുകളിൽ കൂടി നല്ല പരക്കണം. ഇനി നമുക്ക് കെച്ചപ്പ് വേണം. കുറച്ച് കെച്ചപ്പ് അതിൻ്റെ മുകളിൽ കൂടി ഒഴിക്കുന്നുണ്ട് ഗൈസ്. ഇതാ ഇനി അതിൻ്റെ മുകളിൽ കൂടി നല്ല തേക്കണം. ഇങ്ങനത്തെ കണ്ടൻസിയാണ് വേണ്ടത് ഗൈസ്. ഇതാ കണ്ടോ, നല്ല മണമുണ്ട് ഗൈസ്. കുറച്ച് ചില്ലി സോസും തേച്ചിട്ടുണ്ട്. ഞങ്ങൾക്കില്ല, കെച്ചപ്പ് മാത്രം മതി. ശരിക്കും പിസ്സ സോസാണ് തേക്കേണ്ടത്, ഞങ്ങൾക്ക് അതില്ല. നല്ല തേക്കണം അതിന് മുകളിൽ കൂടി. ഇനി നമ്മൾ വെച്ചിരുന്ന കട്ട് ചെയ്തിരുന്ന തക്കാളിയും മറ്റേ ക്യാപ്സിക്കം എല്ലാം അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഇടുക. അതിന് ക്യാപ്സിക്കം ഇങ്ങനെ ഇടുക. ഗൈസ് ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ഇടേണ്ടതാണ്. പിന്നെ നമ്മൾ ചീസില്ലേ, കുറച്ച് ചീസ് ഇതിൻ്റെ മുകളിൽ കൂടി വെക്കണം. നല്ല മറ്റേ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ചീസി ടൈപ്പ് വരുന്നുണ്ട്. ഈ ചീസ് തേച്ചിട്ടാണ്. നല്ല ചീസ് അതിൻ്റെ മുകളിൽ കൂടി ഇടുക. കുറച്ച് മയനൈസ് ഇട്ടിട്ടുണ്ട്, നമ്മൾ എടുത്തില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് ചിക്കൻ അതിൻ്റെ മുകളിൽ കൂടി ഇടുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചിക്കന് മസാല ഇട്ടി പിരിച്ചിട്ട് ചിക്കൻ അതിൻ്റെ മുകളിൽ കൂടി ഇടുക. ഫുള്ളായിട്ട് ഇടുക. നല്ല രസം ഉണ്ടാവും. ഇതാണിപ്പോൾ നമ്മുടെ കണ്ടൻസി. ഇടുക ചിക്കൻ ഉണ്ട്, ടൊമാറ്റോ സോസ്, മയണൈസ്, ചീസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ചീസ് ഇനി കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി കാണിച്ചു തരാം. ഇനി കുറച്ച് ചീസ് ഉണ്ടായിരുന്നു നമ്മൾ ഇട്ടത്. ഇനി നമ്മളിതാ പുതിയൊരു പാക്കറ്റ് ചീസ് ഉണ്ട്, അതും കൂടി ഇടാൻ പോവുകയാണ്. ഇതാ ഗൈസ്, ആ ചീസ് ഇതാണ്. ഉള്ള ചീസാണ് ഇടുന്നത് ഗൈസ്. അതങ്ങനെ മുകളിൽ കൂടി ഇങ്ങനെ കുറേ ഇടണം. മൊസറല്ല ചീസ്. മറ്റേത് സാധാ സ്ലൈസ് ചീസ് നമ്മൾ അരിച്ചിട്ട് മെൽറ്റാക്കിയിട്ടിട്ടാണ്. മൊസറല്ല ചീസ് ഇങ്ങനെ കുറേ ഇടണം ഗൈസ്.
അപ്പോൾ അത് ഈ സാധനം ചിക്കനും എല്ലാം ക്യാപ്സിക്കൊക്കെ കിട്ടിയെന്നില്ലേ, നമ്മളത് ഇപ്പോൾ ഗ്യാസിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങാൻ വേണ്ടി, പിസ്സ ആകാൻ വേണ്ടിയിട്ട് കേട്ടോ ഗൈസ്. ഫുള്ളിലും. അപ്പോൾ ഗൈസ് ഇനി നമുക്കിതായിട്ട് കാണാം. ബൈ. പിസ്സ ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതാണിപ്പോൾ കണ്ടൻസി. നമ്മളിനി ഇത് സ്ലൈസ് ആക്കാൻ പോവാണ്. സ്ലൈസ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഗൈസ് നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഇതാണ്, ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതാണ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിവിടെ ടേസ്റ്റ് നല്ല സാധനം. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നമുക്കിന്ന് എല്ലാവരും റിയാക്ഷൻ ചോദിച്ചോളാം. ആദ്യമേ എങ്ങനെ ടേസ്റ്റ് പറയണം? സൂപ്പർ. ഒന്ന് തിന്നാണിച്ചോളൂ. അറിയാതെ